പരിശുദ്ധാത്മാവ് നിങ്ങളിൽ വസിക്കുന്നു എന്നതിൻ്റെ വചനാധിഷ്ഠിതമായി മനസ്സിലാക്കുവാനാകുന്ന 7 അടയാളങ്ങൾ. ഈ സത്യം നിങ്ങൾ കാണാതെ പോകരുത്. ചില നിമിഷങ്ങളിൽ ഒരു നിശബ്ദമായ ചോദ്യം നിങ്ങളുടെ ഹൃദയത്തെ വേദനിപ്പിച്ചേക്കാം. നിങ്ങൾ ഒരിക്കലും പുറത്തു പറയാത്ത ഒന്നായിരിക്കാം അത്. പരിശുദ്ധാത്മാവ് എന്നിലുണ്ടെന്ന് എനിക്കെങ്ങനെ അറിയാം? ഇത് വെറുമൊരു കൗതുകമല്ല, മറിച്ച് നിങ്ങളുടെ ആത്മാവിൻ്റെ വിലാപമാണ്. കാരണം പരിശുദ്ധാത്മാവില്ലാതെ ബാക്കിയുള്ളതെല്ലാം, പള്ളിയിൽ പോകുന്നത്, പാട്ടുകൾ പാടുന്നത്, വചനം വായിക്കുന്നത്, നല്ല പ്രവർത്തികൾ ചെയ്യുന്നത് പോലും ശൂന്യമാണെന്ന് നിങ്ങൾ ഉള്ളിൻ്റെ ഉള്ളിൽ അറിയുന്നു. ദൈവാത്മാവ് നിങ്ങളിൽ വസിക്കുന്നില്ലെങ്കിൽ ഇതൊന്നും അർത്ഥമില്ലാത്തതാണ്. പരിശുദ്ധാത്മാവ് എന്നത് വെറുമൊരു ഐച്ഛികമായ ദാനമല്ലെന്ന് ബൈബിൾ പറയുന്നു. അവിടുന്ന് നമ്മുടെ രക്ഷയുടെ മുദ്രയാണ്. നമുക്ക് ജീവൻ നൽകുന്ന ദൈവത്തിൻ്റെ സാന്നിധ്യമാണ് അവിടുന്ന്. എന്നിട്ടും പലരും അനിശ്ചിതത്വത്തിലും ഭയത്തിലും ജീവിക്കുന്നു. ഒരുപക്ഷെ അവിടുത്തെ തങ്ങൾക്ക് ലഭിച്ചിട്ടില്ല എന്ന് അവർ ഭയപ്പെടുന്നുണ്ടാകാം. പരിശുദ്ധാത്മാവില്ലാതെ നമുക്ക് ക്രിസ്തുവിൻ്റേതാകാൻ കഴിയില്ല എന്നതിനാൽ ആ ഭയം ഭാരമേറിയതായിരിക്കാം. എന്നാൽ ആശ്വാസവും ധൈര്യവും നൽകുന്ന ഒരു സത്യമിതാ: ദൈവം തൻ്റെ മക്കളെ ആശയക്കുഴപ്പത്തിൽ തനിയെ വിടുന്നില്ല. പരിശുദ്ധാത്മാവ് വ്യക്തമായ അടയാളങ്ങളും തെളിവുകളും നൽകുന്നു. നിങ്ങളുടെ ജീവിതത്തിൽ അവിടുത്തെ സാന്നിധ്യം ഉറപ്പിക്കുന്ന, നിഷേധിക്കാനാവാത്ത ഫലങ്ങൾ നൽകുന്നു. ഇവ വൈകാരികമായി വന്നുപോകുന്ന വെറും വികാരങ്ങളല്ല, മറിച്ച് പരിശുദ്ധാത്മാവിന് മാത്രം നിർമ്മിക്കാൻ കഴിയുന്ന ആഴമേറിയതും ശാശ്വതവുമായ മാറ്റങ്ങളാണ്. ഒരുപക്ഷെ നിങ്ങൾ സംശയങ്ങളുമായി മല്ലിട്ടിട്ടുണ്ടാകാം. ഞാൻ ശരിക്കും പരിശുദ്ധാത്മാവിനാൽ നിറക്കപ്പെട്ടവനാണോ, അതോ ഞാൻ എന്നെ തന്നെ വഞ്ചിക്കുകയാണോ എന്ന് നിങ്ങൾ ചോദിച്ചിട്ടുണ്ടാകാം. ഇതിനെക്കുറിച്ച് ഇനിയും നിങ്ങൾ ഇരുട്ടിൽ കഴിയേണ്ടതില്ല എന്ന് നിങ്ങളെ അറിയിക്കുന്നു. ദൈവവചനം ഒരു വിളക്കുപോലെ പ്രകാശിക്കുന്നു. പരിശുദ്ധാത്മാവ് നിങ്ങളിൽ പ്രവർത്തിക്കുന്നു എന്ന് തെളിയിക്കുന്ന, ജീവിതത്തെ മാറ്റിമറിക്കുന്ന 7 ശക്തമായ അടയാളങ്ങൾ അത് വെളിപ്പെടുത്തുന്നു. ഇത് ശ്രദ്ധിച്ചു കേൾക്കുക, കാരണം ഇത് വെറുമൊരു സിദ്ധാന്തമോ നമുക്ക് അകലെയുള്ള ദൈവശാസ്ത്രമോ അല്ല. ഇത് നിങ്ങളുടെ നിത്യതയെയും ദൈവത്തിൻ്റെ പൈതൽ എന്ന നിലയിലുള്ള നിങ്ങളുടെ ഉറപ്പിനെയും കുറിച്ചുള്ളതാണ്. നാം ഈ സത്യങ്ങളിലൂടെ ഒരുമിച്ച് സഞ്ചരിക്കുമ്പോഴേക്കും പരിശുദ്ധാത്മാവിനാൽ നിറയുക എന്നതിൻ്റെ അർത്ഥം നിങ്ങൾക്ക് വ്യക്തമായി മനസ്സിലാകും. നിങ്ങളിൽ കുറവുണ്ടെന്ന് തോന്നിയാൽ ചോദിക്കാനും അന്വേഷിക്കാനും പുതുതായി നിറയ്ക്കപ്പെടാനും ദൈവം നൽകുന്ന ക്ഷണം നിങ്ങൾ കണ്ടെത്തും. അവിടുത്തെ ആഴത്തിൽ അറിയാനുള്ള നിങ്ങളുടെ നിമിഷമാണിത്. 1. ഹൃദയം പുതുക്കി പണിയുന്ന വീണ്ടും ജനനം. പരിശുദ്ധാത്മാവ് ഒരാളുടെ ജീവിതത്തിലേക്ക് വരുമ്പോൾ അതിൻ്റെ ആദ്യ അടയാളം പുറമേയല്ല ദൃശ്യമാവുക, മറിച്ച് ഹൃദയത്തിൻ്റെ ഏറ്റവും ആഴമേറിയ ഇടത്തിലാണ് അതിൻ്റെ മാറ്റം കാണപ്പെടുന്നത്. ബൈബിൾ ഇതിനെ വീണ്ടും ജനനം എന്ന് വിളിക്കുന്നു. ഇതൊരു ഉപമയല്ല, വെറുമൊരു പുതിയ തീരുമാനമോ ജീവിത മാറ്റലോ അല്ല. ഇതൊരു അത്ഭുതമാണ്. യോഹന്നാൻ 3-ാം അധ്യായം 5-ാം വാക്യത്തിൽ യേശു പറഞ്ഞു, വെള്ളത്താലും ആത്മാവിനാലും ജനിച്ചില്ല എങ്കിൽ ദൈവരാജ്യത്തിൽ കടപ്പാൻ ആർക്കും കഴിയുകയില്ല. ഈ പുതിയ ജനനം പരിശുദ്ധാത്മാവിൻ്റെ ആഗമനത്തിൻ്റെ അടയാളമാണ്. അത് വ്യാജമായി നിർമ്മിക്കാൻ കഴിയാത്ത വിധം തീവ്രമായ ഒരു മാറ്റമാണ്. ജീവനും മരണവും തമ്മിലുള്ള വ്യത്യാസത്തെക്കുറിച്ച് ചിന്തിക്കുക. പരിശുദ്ധാത്മാവ് നമ്മുടെ ആത്മാവിൻ്റെ മൃതാവസ്ഥയിലേക്ക് പ്രവേശിച്ച് ജീവൻ നൽകുന്ന ദൈവത്തിൻ്റെ ശ്വാസമാണ്. ഒരിക്കൽ ദൈവത്തെ എതിർത്ത ഹൃദയം അവിടത്തേക്കായി വാഞ്ചിക്കാൻ തുടങ്ങുന്നു. ഒരിക്കൽ പാപത്തിന് പിന്നാലെ പോയിരുന്ന ആഗ്രഹങ്ങൾ നീതിയിലേക്ക് മാറാൻ തുടങ്ങുന്നു. അഹങ്കാരത്തിലോ സ്വാർത്ഥതയിലോ നിരാശയിലോ വേരൂന്നിയിരുന്ന പഴയ സ്വത്വം മങ്ങാൻ തുടങ്ങുന്നു. ക്രിസ്തുവിലുള്ള പുതിയ സ്വത്വം വേരൂന്നി വളരുന്നു. ഈ മാറ്റം ഒരു രാത്രി കൊണ്ട് നിങ്ങൾ പൂർണ്ണനാകുന്നു എന്നതല്ല, മറിച്ച് നിങ്ങളിൽ എന്തോ ഒരു മാറ്റം സംഭവിച്ചിരിക്കുന്നു എന്നതിൻ്റെ നിഷേധിക്കാനാവാത്ത തെളിവാണ്. കടുപ്പമായിരുന്ന ഹൃദയം ഇപ്പോൾ മൃദുത്വമായിരിക്കുന്നു. കലാപമുണ്ടായിരുന്നിടത്ത് ഇപ്പോൾ സമർപ്പണമുണ്ട്. ശൂന്യതയുണ്ടായിരുന്നിടത്ത് ഇപ്പോൾ പൂർണ്ണതയുണ്ട്. പരിശുദ്ധാത്മാവിൻ്റെ വീണ്ടും ജനനം എന്ന പ്രവൃത്തിയുടെ അർത്ഥം പഴയതുപോലെ പാപത്തിൽ സുഖമായി ജീവിക്കാൻ നിങ്ങൾക്ക് കഴിയില്ല എന്നതാണ്. നിങ്ങളിൽ എന്തോ ഒന്ന് ദൈവത്തിനായി നിലവിളിക്കുന്നു. മറ്റൊന്നിനും നിങ്ങളെ തൃപ്തിപ്പെടുത്താൻ കഴിയില്ല. അപ്പോസ്തലനായ പൗലോസ് 2 കൊരിന്ത്യർ 5-ാം അധ്യായം 17-ാം വാക്യത്തിൽ ഇത് വിവരിക്കുന്നു.
ഒരുത്തൻ ക്രിസ്തുവിലായാൽ അവൻ പുതിയ സൃഷ്ടിയാകുന്നു. പഴയത് കഴിഞ്ഞുപോയി, ഇതാ എല്ലാം പുതിയതായി തീർന്നിരിക്കുന്നു. ആ പുതിയ സൃഷ്ടി പരിശുദ്ധാത്മാവിൻ്റെ വിരലടയാളമാണ്. നിങ്ങളിപ്പോഴും പോരാടിയേക്കാം, അതിൽ നിങ്ങൾ ചിലപ്പോൾ വീണുപോയേക്കാം. പക്ഷേ വ്യത്യാസമിതാണ്, നിങ്ങളുടെ ഉള്ളിൽ എന്നേക്കും ചെളിയിൽ കിടക്കാൻ കഴിയാത്ത ഒരു പുതിയ സ്വഭാവമുണ്ട്. അതുകൊണ്ട് നിങ്ങളോട് തന്നെ ചോദിക്കുക, നിങ്ങളുടെ ആത്മാവിൽ ഒരു മാറ്റമുണ്ടായിട്ടുണ്ടോ? ഉള്ളിൻ്റെ ഉള്ളിൽ നിങ്ങൾ പഴയതുപോലെയല്ല എന്ന് നിങ്ങൾ ശ്രദ്ധിക്കുന്നുണ്ടോ? ആ വാഞ്ച, ആ മാറ്റം, ദൈവത്തിനായുള്ള ആ ആഴത്തിലുള്ള വിളി, അതാണ് നിങ്ങളുടെ ഉള്ളിലെ പരിശുദ്ധാത്മാവിൻ്റെ ശബ്ദം. നിങ്ങൾ പഴയ ആളല്ല, കാരണം പരിശുദ്ധാത്മാവ് നിങ്ങളെ പുതിയതാക്കിയിരിക്കുന്നു. 2. ദൈവവചനത്തോടുള്ള തീക്ഷ്ണമായ ആഗ്രഹം. പരിശുദ്ധാത്മാവിൻ്റെ സാന്നിധ്യത്തിൻ്റെ മറ്റൊരു വ്യക്തമായ അടയാളം ദൈവവചനത്തോടുള്ള അതിയായ ആഗ്രഹം അവിടുന്ന് ഉണർത്തുന്നു എന്നതാണ്. പരിശുദ്ധാത്മാവ് വരുന്നതിനു മുൻപ് ബൈബിൾ വിരസവും സങ്കീർണവും അപ്രസക്തവുമായി തോന്നിയിരിക്കാം. എന്നാൽ അവിടുന്ന് വരുമ്പോൾ ആ താളുകൾ വെറും മഷിയും കടലാസുമല്ല, അവ നിങ്ങളുടെ ആത്മാവിനുള്ള ഭക്ഷണമാണ്. യോഹന്നാൻ 16:13 യേശു പറഞ്ഞു, സത്യത്തിൻ്റെ ആത്മാവ് വരുമ്പോഴോ അവൻ നിങ്ങളെ സകല സത്യത്തിലും വഴി നടത്തും. പരിശുദ്ധാത്മാവ് നമ്മെ വെറുതെ ഒരു പുസ്തകം വായിക്കുന്നത് പോലെ വചനം വായിക്കാൻ അനുവദിക്കുന്നില്ല. അതിൻ്റെ ഭംഗിയും അധികാരവും ശക്തിയും കാണാൻ അവിടുന്ന് നമ്മുടെ കണ്ണുകളെ തുറക്കുന്നു. ഒരിക്കൽ മറഞ്ഞിരുന്ന കാര്യങ്ങളെ അവിടുന്ന് ജീവനുള്ളതാക്കുന്നു. വർഷങ്ങളായി നിങ്ങൾ ശ്രദ്ധിക്കാതെ വിട്ട വചനങ്ങൾ പെട്ടെന്ന് അർത്ഥവത്തായി മാറുന്നു. അകലെയുള്ള ചരിത്രമാണെന്ന് നിങ്ങൾ കരുതിയ കഥകൾ ദൈവം നേരിട്ട് നിങ്ങളുടെ സാഹചര്യത്തോട് സംസാരിക്കുന്നത് പോലെ തോന്നിത്തുടങ്ങുന്നു. വചനത്തോടുള്ള ഈ വിശപ്പും ദാഹവും വെറുമൊരാശയല്ല. ഇത് ഒരു മതപരമായ ചടങ്ങ് തീർക്കലല്ല, മറിച്ച് ഇത് നിങ്ങളുടെ ഉള്ളിൻ്റെ ആഗ്രഹമാണ്. ഒരു നവജാത ശിശു പാലിനായി കൊതിക്കുന്നത് പോലെ പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞ ഒരു ഹൃദയം വചനത്തിലെ സത്യത്തിനായി കൊതിക്കുന്നു. നിങ്ങൾ അതിലേക്ക് ആകർഷിക്കപ്പെടുന്നു, അതന്വേഷിക്കുന്നു, അതിലെ ജ്ഞാനത്തിനായി വാഞ്ചിക്കുന്നു. കാരണം ഇത് നിങ്ങളുടെ പിതാവിൻ്റെ ശബ്ദമാണെന്ന് പരിശുദ്ധാത്മാവ് തിരിച്ചറിവ് നൽകുന്നു. ഒരിക്കൽ വ്യാജ ഉപദേശങ്ങളാലോ ലോകത്തിൻ്റെ ജ്ഞാനത്താലോ നിങ്ങൾ എളുപ്പത്തിൽ സ്വാധീനിക്കപ്പെട്ടിരുന്നയിടത്ത് ഇപ്പോൾ നിങ്ങൾക്കുള്ളിൽ ഒരു അരിപ്പ പ്രവർത്തിക്കുന്നുണ്ട്. ദൈവത്തിൻ്റെ സത്യവുമായി എന്തെങ്കിലും യോജിക്കുന്നില്ലെങ്കിൽ നിങ്ങൾക്കത് അനുഭവപ്പെടും. സങ്കീർത്തനം 119, 105 പ്രഖ്യാപിക്കുന്നു, നിന്റെ വചനം എൻ്റെ കാലിന് ദീപവും എൻ്റെ പാതയ്ക്ക് പ്രകാശവുമാകുന്നു. പരിശുദ്ധാത്മാവ് നിങ്ങളിൽ വസിക്കുമ്പോൾ ആ ദീപം കൂടുതൽ തെളിച്ചത്തോടെ പ്രകാശിക്കുന്നു. അത് നിങ്ങളുടെ തെരഞ്ഞെടുപ്പുകളെയും ചിന്തകളെയും തീരുമാനങ്ങളെയും നയിക്കുന്നു. സ്വന്തം വിവേകത്തിലല്ല, മറിച്ച് ദൈവം അരുളി ചെയ്ത നിത്യസത്യത്തിൽ നിങ്ങൾ ആശ്രയിക്കുന്നു. ഈ വിശപ്പ് വളരുന്നത് നിങ്ങൾ അനുഭവിക്കുന്നുണ്ടെങ്കിൽ സന്തോഷിക്കുക. അത് പരിശുദ്ധാത്മാവ് നിങ്ങളിൽ ജീവസുറ്റവനായി പ്രവർത്തിക്കുന്നു എന്നതിൻ്റെ വ്യക്തമായ തെളിവാണ്. ദൈവവചനമില്ലാതെ നിങ്ങൾക്ക് അസ്വസ്ഥത തോന്നുന്നുവെങ്കിൽ അത് വെറും ആഗ്രഹമല്ല, പരിശുദ്ധാത്മാവ് നിങ്ങളിൽ ഉണർത്തുന്ന വിശപ്പാണ്. ഈ ലോകം സമ്പത്തിനോ പ്രശസ്തിക്കോ ആനന്ദത്തിനോ വേണ്ടി വിശന്നിരിക്കാം. എന്നാൽ നിങ്ങളിലുള്ള പരിശുദ്ധാത്മാവ് ദൈവവചനത്തിന് മാത്രം തൃപ്തിപ്പെടുത്താൻ കഴിയുന്ന ആഴമേറിയ വിശപ്പ് സൃഷ്ടിക്കുന്നു. വചനം നിങ്ങളുടെ ആത്മാവിൽ ജീവനുള്ളതാകുമ്പോൾ ഇത് സ്വാഭാവികമല്ലെന്നും പരിശുദ്ധാത്മാവിൻ്റെ പ്രവൃത്തിയാണെന്നും നിങ്ങൾ മനസ്സിലാക്കുന്നു. 3. പാപത്തെക്കുറിച്ചുള്ള ബോധ്യവും വിശുദ്ധിക്കായുള്ള ആഗ്രഹവും. പരിശുദ്ധാത്മാവിൻ്റെ ഏറ്റവും അഗാധമായ പ്രവൃത്തികളിലൊന്ന് നമ്മുടെ പ്രതിരോധങ്ങളെ ഭേദിച്ച് പാപത്തിൻ്റെ യാഥാർത്ഥ്യത്തെ നമുക്ക് കാണിച്ചു തരാനുള്ള അവിടുത്തെ കഴിവാണ്. അത് നമ്മെ തകർക്കാനല്ല, മറിച്ച് നമ്മെ ഉയർത്താനാണ് അവിടുന്ന് ഇത് ചെയ്യുന്നത്. പരിശുദ്ധാത്മാവ് ഒരാളുടെ ജീവിതത്തിൽ പ്രവേശിക്കുന്നതിന് മുൻപ് പാപം സ്വാഭാവികമായും സുഖകരമായും തോന്നിയിരിക്കാം. എന്നാൽ പരിശുദ്ധാത്മാവ് വരുമ്പോൾ ആത്മാവിനെ ഉണർത്തുന്ന ഒരു വിശുദ്ധമായ അവബോധം അവിടുന്ന് നൽകുന്നു. ഒരിക്കൽ നിരുപദ്രവകരമെന്ന് കരുതിയവ ഇപ്പോൾ ഭാരമായി തോന്നുന്നു. യോഹന്നാൻ 16:8 യേശു പറഞ്ഞു, പാപത്തെ അവച്ചും നീതിയെക്കുറിച്ചും ന്യായവിധിയെക്കുറിച്ചും ലോകത്തിനു ബോധം വരുത്തും. ശ്രദ്ധിക്കുക, പരിശുദ്ധാത്മാവ് ശിക്ഷ വിധിക്കുന്നില്ല. കാരണം
ശിക്ഷാവിധി നിങ്ങളെ നിരാശനാക്കും. മറിച്ച് പാപബോധം ഒരു ദാനമാണ്. നാശത്തിൽ നിന്ന് നിങ്ങളെ പിന്തിരിപ്പിച്ച് അവിടുത്തെ സ്നേഹത്തിലേക്ക് അടുപ്പിക്കാനുള്ള ദൈവത്തിൻ്റെ വഴിയാണത്. ഇതല്ല ഇനി നിന്റെ സ്വത്വം എന്ന് നിശബ്ദമായി മന്ത്രിക്കാൻ പരിശുദ്ധാത്മാവ് ശ്രദ്ധിക്കുന്നു എന്നതിൻ്റെ തെളിവാണത്. ഈ ആന്തരിക പാപബോധം ഒരു തെറ്റായ ചിന്തയ്ക്ക് ശേഷമോ ദേഷ്യത്തിൽ പറഞ്ഞ വാക്കിന് ശേഷമോ ഹൃദയത്തിൽ ഒരു ഭാരമായി വന്നേക്കാം. അത് അസ്വസ്ഥതയുണ്ടാക്കാം. പക്ഷേ അത് എപ്പോഴും നിങ്ങളെ കൃപയിലേക്ക് തിരികെ നയിക്കാനാണ് ഉദ്ദേശിക്കുന്നത്. പരിശുദ്ധാത്മാവ് പാപബോധം നൽകുന്നത് നിങ്ങളെ നാണിപ്പിക്കാനല്ല, മറിച്ച് ക്രൂശിലേക്ക് തിരികെ നയിക്കാനാണ്. ഇതിനോടൊപ്പം വിശുദ്ധിക്കായുള്ള ഒരു പുതിയ വിശപ്പും ദാഹവും ഉണ്ടാകുന്നു. വിശുദ്ധി എന്നാൽ നിയമങ്ങൾ പാലിക്കലല്ല, മറിച്ച് ദൈവത്തിനായി വേർതിരിക്കപ്പെടുക എന്നതാണ്. എഫേസ്യർ 4:30 ഈ മുന്നറിയിപ്പ് നൽകുന്നു. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനെ ദുഃഖിപ്പിക്കരുത്. ഈ വാക്യം കാണിക്കുന്നത് ആ ബന്ധം എത്ര വ്യക്തിപരമാണെന്നാണ്. പരിശുദ്ധാത്മാവ് നിങ്ങളെ അത്രയധികം സ്നേഹിക്കുന്നതുകൊണ്ട് അവിടുന്ന് ദുഃഖിതനായേക്കാം. നിങ്ങൾ പാപം തിരഞ്ഞെടുക്കുമ്പോൾ അത് അവിടുത്തെ വേദനിപ്പിക്കുന്നു. എന്നാൽ അവിടുത്തെ ബോധ്യപ്പെടുത്തൽ നിങ്ങളെ തിരികെ തങ്കലേക്ക് ചേർക്കാനുള്ള വഴിയാണ്. നിങ്ങൾ തെറ്റായ വഴിക്ക് പോകുമ്പോൾ ആ ആന്തരികമായ അസ്വസ്ഥത തോന്നുന്നുണ്ടെങ്കിൽ അത് ഒരു ശാപമല്ല, അനുഗ്രഹമാണ്. ദൈവത്തിൻ്റെ ആത്മാവ് നിങ്ങളിൽ ജീവിക്കുന്നു എന്നതിൻ്റെ തെളിവാണത്. ലോകത്തിലെ പലരും ദുഃഖമോ മാറ്റത്തിനായുള്ള ആഗ്രഹമോ ഇല്ലാതെ പാപം ചെയ്യുന്നു. എന്നാൽ പാപം ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ദുഃഖം തോന്നുന്നുണ്ടെങ്കിൽ, നിങ്ങൾ വിശുദ്ധിക്കായി നിലവിളിക്കുന്നുണ്ടെങ്കിൽ, അത് പരിശുദ്ധാത്മാവിൻ്റെ പ്രവൃത്തിയാണ്. നിങ്ങൾ ദൈവത്തിൻ്റേതാണെന്നും അവിടുന്ന് നിങ്ങളെ വിട്ടുകളയില്ല എന്നതിനുമുള്ള ശക്തമായ തെളിവാണത്. 4. ക്രിസ്തുവിനെ പ്രതിഫലിപ്പിക്കുന്ന ആഴമായ സ്നേഹം. പരിശുദ്ധാത്മാവിൻ്റെ സാന്നിധ്യത്തിന് ഏറ്റവും വലിയ തെളിവ് ശക്തി പ്രകടനങ്ങളിലല്ല, കാതുപൊട്ടുന്ന ശബ്ദകോലാഹലത്തിലല്ല, മറിച്ച് സ്നേഹത്തിലൂടെയുള്ള നിശബ്ദവും ശക്തവുമായ ഒരു മാറ്റം വളരെ വലിയ തെളിവാണ്. റോമർ 5:5 നമ്മോട് പറയുന്നു, ദൈവത്തിൻ്റെ സ്നേഹം നമുക്ക് നൽകപ്പെട്ട പരിശുദ്ധാത്മാവിനാൽ നമ്മുടെ ഹൃദയങ്ങളിൽ പകർന്നിരിക്കുന്നുവല്ലോ. ശ്രദ്ധിക്കുക, ഇത് നമ്മൾ ഉണ്ടാക്കിയെടുത്ത സ്നേഹമല്ല, മറിച്ച് ദൈവത്തിൻ്റെ സ്നേഹം നമ്മിലേക്ക് പകരപ്പെട്ടതാണ്. പരിശുദ്ധാത്മാവിനെ ലഭിക്കുന്നതിനു മുൻപ് നമ്മുടെ സ്നേഹം പലപ്പോഴും ഉപാധികൾക്ക് വിധേയപ്പെട്ടതായിരുന്നു. നമ്മെ സ്നേഹിക്കുന്നവരെ നമ്മൾ തിരികെ സ്നേഹിച്ചു. എന്നാൽ പരിശുദ്ധാത്മാവ് ക്രിസ്തുവിനെ പോലെയുള്ള ഒരു അമാനുഷിക സ്നേഹം നൽകുന്നു. ഈ സ്നേഹം തെറ്റ് ചെയ്തവരോട് ക്ഷമിക്കുന്നു, ക്ഷീണിച്ചിരിക്കുമ്പോഴും സേവനം ചെയ്യുന്നു, ശപിക്കുന്നവരെ അനുഗ്രഹിക്കുന്നു. ഇത് സ്വാഭാവികമല്ല, ഇത് ദൈവീകമാണ്. കൈപ്പേറിയ ഹൃദയത്തെ അവിടുന്ന് അനുകമ്പയോടെ മൃദുവാക്കുന്നു. മറ്റുള്ളവരെ ദൈവം എങ്ങനെ കാണുന്നുവോ അതുപോലെ കാണാൻ അവിടുന്ന് നമ്മെ പഠിപ്പിക്കുന്നു. യോഹന്നാൻ 13:35 യേശു പറഞ്ഞു, നിങ്ങൾക്കു തമ്മിൽ തമ്മിൽ സ്നേഹമുണ്ടെങ്കിൽ നിങ്ങൾ എൻ്റെ ശിഷ്യന്മാരെന്ന് എല്ലാവരും അറിയും. സ്നേഹം പരിശുദ്ധാത്മാവിൻ്റെ സാന്നിധ്യത്തിൻ്റെ ദൃശ്യമായ തെളിവായി മാറുന്നു. നിങ്ങൾക്ക് വാചാലമായി സംസാരിക്കാൻ കഴിഞ്ഞില്ലെങ്കിലും നിങ്ങൾ ക്രിസ്തുവിനെ പോലെ സ്നേഹിക്കുമ്പോൾ ലോകമത് ശ്രദ്ധിക്കും. പരിശുദ്ധാത്മാവ് സ്നേഹിക്കാൻ പ്രാപ്തനാക്കുക മാത്രമല്ല, അത് വർദ്ധിപ്പിക്കുകയും ചെയ്യുന്നു. തകർന്നവർക്കു വേണ്ടി നിങ്ങളുടെ ഹൃദയം വേദനിക്കാൻ തുടങ്ങുന്നു. നിങ്ങളുടെ സ്നേഹം വളരുന്നുണ്ടെങ്കിൽ, ക്ഷമിക്കാൻ എളുപ്പമാകുന്നുണ്ടെങ്കിൽ, അത് മനുഷ്യൻ്റെ പരിശ്രമമല്ല, അത് ദൈവീക സാന്നിധ്യമാണ്. 5. സാക്ഷ്യം പറയാനുള്ള ശക്തിയും വിശ്വാസത്തിലെ ധൈര്യവും. പരിശുദ്ധാത്മാവ് ജീവിതത്തിൽ നിറയുമ്പോൾ യേശുവിനെക്കുറിച്ച് മിണ്ടാതിരിക്കുക എന്നത് അസാധ്യമായി മാറും. അപ്പോസ്തലപ്രവൃത്തികൾ 1:8 യേശുവിൻ്റെ വാഗ്ദാനം രേഖപ്പെടുത്തുന്നു. പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വരുമ്പോൾ നിങ്ങൾ ശക്തി ലഭിച്ചിട്ട് ഭൂമിയുടെ അറ്റത്തോളവും എൻ്റെ സാക്ഷികളാകും. ആ ശക്തി സ്വാഭാവികമായ ധൈര്യമല്ല, അത് അമാനുഷികമായ ധൈര്യമാണ്. യേശുക്രിസ്തുവിൻ്റെ ക്രൂശീകരണത്തിന് മുമ്പുള്ള പത്രോസിനെ നോക്കുക. ഭയം കാരണം അവൻ 3 തവണ യേശുവിനെ തള്ളിപ്പറഞ്ഞു. എന്നാൽ പെന്തക്കോസ്തു നാളിൽ പരിശുദ്ധാത്മാവ് വന്നതിന് ശേഷം അതേ മനുഷ്യൻ ആയിരങ്ങളുടെ മുമ്പിൽ ക്രിസ്തുവിനെ പ്രഖ്യാപിച്ചു. ഭീരു ഒരു സാക്ഷിയായി മാറി, കാരണം പരിശുദ്ധാത്മാവ് അവനെ ധൈര്യപ്പെടുത്തി. ഈ ധൈര്യം അഹങ്കാരമല്ല, മറിച്ച് നിങ്ങളെ രക്ഷിച്ചവനെക്കുറിച്ച് മിണ്ടാതിരിക്കാൻ കഴിയാത്ത സ്നേഹമാണ്. വാക്കുകളിലൂടെ മാത്രമല്ല, നിങ്ങളുടെ ജീവിതത്തിലൂടെയും സാക്ഷ്യം പറയാൻ പരിശുദ്ധാത്മാവ് നിങ്ങളെ ഒരുക്കുന്നു.
നിങ്ങളുടെ പ്രവൃത്തികൾ, നിങ്ങളുടെ സത്യസന്ധത, നിങ്ങളുടെ തിരഞ്ഞെടുപ്പുകൾ എല്ലാം ഒരു സാക്ഷ്യമായി മാറുന്നു. ഭയമുള്ളിടത്ത് ധൈര്യം ഉയരുന്നത് നിങ്ങൾ കാണുന്നുണ്ടെങ്കിൽ അത് പരിശുദ്ധാത്മാവാണെന്ന് ഓർക്കുക. 6. മറച്ചുവെക്കാൻ കഴിയാത്ത ഫലം കായ്ക്കുന്ന ജീവിതം. പരിശുദ്ധാത്മാവിൻ്റെ ഏറ്റവും ദൃശ്യമായ തെളിവ് അവിടുന്ന് ഉൽപ്പാദിപ്പിക്കുന്ന ഫലമാണ്. ഗലാത്യർ 5-ാം അധ്യായം 22-23 വാക്യങ്ങൾ അത് വ്യക്തമാക്കുന്നു. ആത്മാവിൻ്റെ ഫലമോ സ്നേഹം, സന്തോഷം, സമാധാനം, ദീർഘക്ഷമ, ദയ, പരോപകാരം, വിശ്വാസം, സൗമ്യത, ഇന്ദ്രിയജയം. ഇതൊരാൾക്ക് ഇഷ്ടമുള്ളത് തിരഞ്ഞെടുക്കാവുന്ന ഒരു പട്ടികയല്ല. ഒരു മരത്തിൻ്റെ ഒരേ വേരുകളിൽ നിന്ന് വളരുന്ന ഒരൊറ്റ ഫലമാണിത്. ഫലം വളരാൻ സമയമെടുക്കും, പക്ഷേ കാലങ്ങൾ കഴിയുമ്പോൾ പരിശുദ്ധാത്മാവ് നിങ്ങളിൽ ഈ ഗുണങ്ങൾ വളർത്തുന്നു. ഒരിക്കൽ ദേഷ്യമുണ്ടായിരുന്നിടത്ത് ക്ഷമ വളരാൻ തുടങ്ങുന്നു. ഒരിക്കൽ അസ്വസ്ഥതയുണ്ടായിരുന്നിടത്ത് സമാധാനം വരുന്നു. ഈ ഫലം മനുഷ്യൻ്റെ ഇച്ഛാശക്തിയാൽ ഉണ്ടാക്കാൻ കഴിയില്ല. ആർക്കും ഒരു നിമിഷം ദയ കാണിക്കാൻ കഴിയും, എന്നാൽ യഥാർത്ഥ ആത്മീയ ഫലം നിലനിൽക്കുന്നതാണ്. അത് സമ്മർദ്ദഘട്ടങ്ങളിലും ആരും കാണാത്തപ്പോഴും വെളിപ്പെടുന്നു. നിങ്ങളുടെ സമാധാനം മറ്റൊരു കൊടുങ്കാറ്റിനെ ശാന്തമാക്കുന്നു. നിങ്ങളുടെ ദയ മറ്റൊരാളുടെ പ്രതീക്ഷയെ വീണ്ടെടുക്കുന്നു. ഈ വളർച്ച പരിശുദ്ധാത്മാവിൻ്റെ വിരലടയാളമാണ്. 7. നയിക്കുന്ന ശബ്ദവും ദൈവഹിതത്തെ സ്ഥിരീകരിക്കുന്ന സമാധാനവും. പരിശുദ്ധാത്മാവ് നിങ്ങളിൽ വസിക്കുമ്പോൾ അവിടുന്ന് നിശബ്ദനായിരിക്കില്ല. അവിടുന്ന് നിങ്ങളെ നയിക്കുന്നു. റോമർ 8-ാം അധ്യായം 14-ാം വാക്യം പറയുന്നു, ദൈവാത്മാവിനാൽ നടത്തപ്പെടുന്നവർ എല്ലാവരും ദൈവത്തിൻ്റെ മക്കളാകുന്നു. ഈ നയിക്കൽ എപ്പോഴും നാടകീയമായിരിക്കില്ല. ചിലപ്പോൾ അതൊരു മൃദുശബ്ദമായിരിക്കാം. മറ്റു ചിലപ്പോൾ നിങ്ങളുടെ ചുറ്റുമുള്ള സാഹചര്യങ്ങൾ കുഴപ്പത്തിലാണെങ്കിലും നിങ്ങൾക്ക് ലഭിക്കുന്ന അഗാധമായ സമാധാനമായിരിക്കാം. ആ സമാധാനം പരിശുദ്ധാത്മാവിൻ്റെ മുദ്രയാണ്. യോഹന്നാൻ 14-ാം അധ്യായം 27-ാം വാക്യത്തിൽ യേശു പറഞ്ഞു, സമാധാനം ഞാൻ നിങ്ങൾക്ക് വെച്ചേച്ചു പോകുന്നു. എൻ്റെ സമാധാനം ഞാൻ നിങ്ങൾക്ക് തരുന്നു. ലോകം തരുന്നതുപോലെയല്ല ഞാൻ നിങ്ങൾക്ക് തരുന്നത്. ലോകത്തിൻ്റെ സമാധാനം സാഹചര്യങ്ങളെ ആശ്രയിച്ചിരിക്കുന്നു. എന്നാൽ പരിശുദ്ധാത്മാവിൻ്റെ സമാധാനം കൊടുങ്കാറ്റിലും നിലനിൽക്കുന്നു. നിങ്ങൾ പരിഭ്രാന്തരാകേണ്ട സാഹചര്യത്തിൽ സമാധാനമായിരിക്കുന്നുണ്ടെങ്കിൽ അത് പരിശുദ്ധാത്മാവ് നിങ്ങളോട് സാക്ഷ്യം പറയുന്നതാണ്. ഉപസംഹാരം. അവിടുത്തെ സാന്നിധ്യത്തിൻ്റെ ഉറപ്പ്. നാം 7 അടയാളങ്ങളിലൂടെ കടന്നുപോയി. മാറിയ ഹൃദയം, വചനത്തോടുള്ള വിശപ്പ്, പാപബോധം, ക്രിസ്തുവിനെ പ്രതിഫലിപ്പിക്കുന്ന സ്നേഹം, സാക്ഷ്യം പറയാനുള്ള ധൈര്യം, ആത്മീയ ഫലങ്ങളുള്ള ജീവിതം, നയിക്കുന്ന സമാധാനം. ഇവ മനുഷ്യൻ്റെ ശക്തിയുടെ അടയാളങ്ങളല്ല, മറിച്ച് ദൈവത്തിൻ്റെ വിരലടയാളങ്ങളാണ്. നിങ്ങളുടെ ജീവിതത്തിൽ ഇവ ചെറുതായെങ്കിലും കാണുന്നുണ്ടെങ്കിൽ സന്തോഷിക്കുക. നിങ്ങൾ ഉപേക്ഷിക്കപ്പെട്ടിട്ടില്ല. എന്നാൽ ഈ അടയാളങ്ങൾക്കായി നിങ്ങൾ ദാഹിക്കുന്നുണ്ടെങ്കിൽ. ലൂക്കോസ് 11-ാം അധ്യായം 13-ാം വാക്യം ഓർക്കുക. സ്വർഗസ്ഥനായ പിതാവ് തന്നോട് ചോദിക്കുന്നവർക്ക് പരിശുദ്ധാത്മാവിനെ എത്ര അധികം നൽകും? ചോദിക്കുന്നവർക്ക് പരിശുദ്ധാത്മാവിനെ നൽകാൻ ദൈവം തയ്യാറാണ്. പരിശുദ്ധാത്മാവിൻ്റെ സാന്നിധ്യമെന്നാൽ നിങ്ങളെല്ലാറ്റിലും തികഞ്ഞവനാകുക എന്നതല്ല, മറിച്ച് നിങ്ങൾ ശരിയായ ദിശയിലാണെന്നാണ് അർത്ഥം. അവിടുന്ന് നിങ്ങളിൽ വസിക്കുന്നു എന്നതിൽ സംശയിക്കേണ്ട. ആ കൃപയിൽ ധൈര്യത്തോടെ നടക്കുക.